നമസ്കാരം. ഇന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയമാണ് വിളക്ക് തെളിയിക്കുന്നത്. ചെറിയ സംശയങ്ങളാണ്. അതിനെ നാം മനസ്സിൽ ഒരു ദോഷമായിട്ട് കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്നു. എപ്പോഴാണ് തെളിയിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തെളിയിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇനി ശേഷം ചിന്തനീയമാണ്. ഇനി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞല്ലോ, ഇനി തെളിയിക്കണ്ടേ എന്ന് ചോദിക്കരുത്. എത്ര നേരത്തെ സാധിക്കുമോ അത്ര നേരത്തെ വിളക്ക് തെളിയിക്കുക. അതുപോലെ തന്നെ വൈകിട്ട് സൂര്യ അസ്തമനത്തിന് മുന്നേ തന്നെ, സൂര്യ അസ്തമനത്തിന് ശേഷമല്ല വിളക്ക് തെളിയിക്കുന്നത്, സൂര്യ അസ്തമനത്തിന് മുന്നേ തന്നെ. ഈ ക്ഷേത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ക്ഷേത്രം വൈകിട്ട് തുറക്കുന്നത് 5 മണിക്കൊക്കെയാണ് തുറക്കുന്നത്. അതായത് സൂര്യ അസ്തമനത്തിന് മുന്നേ തന്നെ തുറന്ന് വിളക്കെല്ലാം കത്തിച്ച് അതിന് ശേഷമാണ് പൂജകൾ, ദീപാരാധന മുതലായവ. ആയതിനാൽ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുക. ഇനി വിളക്ക് എത്ര തിരിയിടണം? പല സ്ഥലത്തും പല കൺഫ്യൂഷനാണ്. ഇതിലേക്ക് ഒരു പ്രത്യേകമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ദേശകാലത്തിനനുസരിച്ച് ആചരണീയത്തിൽ വ്യത്യാസങ്ങളുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യമാർന്നതാണ് നമ്മുടെ സനാതനധർമ്മം. കേരളത്തിൽ ഇന്ന് സമ്പ്രദായം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ 5 തിരി, ഭദ്രദീപം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ തിരി എന്ന് പറയുന്നതും ജ്വാല എന്ന് പറയുന്നതും മാറി മാറി നാം ഉപയോഗിച്ച് വരുന്നു. തിരി എന്ന് പറയുമ്പോൾ തന്നെ ജ്വാല എന്നുള്ള മീനിങ്ങും ചേർത്ത് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് തിരി എന്ന് ഉദ്ദേശിക്കുന്നത് കത്തിക്കുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന കോട്ടൺ തിരിയെയാണ് ഈ പങ്ക്തിയിൽ, ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് തിരി എന്നുള്ളത്. അങ്ങനെ 2 തിരി ചേർത്ത് വെച്ചതാണ് ഒരു ജ്വാല. ഒന്നുകൂടി പറയാം, 2 തിരി ചേർത്ത് വെച്ചതാണ് ഒരു ജ്വാല. ഒറ്റ തിരിയിട്ട് കത്തിക്കരുത് എന്നുള്ളത് നിയമം ഉണ്ട്. അങ്ങനെ ഒരു ജ്വാല എന്ന് പറയുമ്പോൾ 2 തിരിയാണെങ്കിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക്, കിഴക്ക്, അങ്ങനെ 5 ജ്വാലകളാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക്, കിഴക്ക്. അതാണ് വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ്, ഏവർക്കും അറിയാം. അങ്ങനെ 5 ജ്വാലകൾ. ഈ വീടുകളിൽ ഭഗവതി സേവ നടത്തുമ്പോൾ ഏവരും ശ്രദ്ധിച്ച് കാണും. ഇല്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കുക, 5 ജ്വാലയായിരിക്കും. ഈ ദിക്കുകളിലെല്ലാം തന്നെ പ്രദക്ഷിണമായിട്ട് ഓരോ വിളക്കായിട്ട് കിഴക്ക് തുടങ്ങി കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക്, കിഴക്ക് കത്തിക്കുന്നത് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാവിലെയും വൈകിട്ടും ഭദ്രദീപം തെളിയിക്കാം. ഇനി അതിനൊരുപാട് എണ്ണ ആവശ്യമാണ്. അത് സാധിക്കാതെ വരാം. സാധാരണക്കാർക്ക് ഇന്ന് എണ്ണയൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം കിഴക്കും പടിഞ്ഞാറും 2 തിരി ചേർത്ത് വെച്ച് ഒരു ജ്വാല കിഴക്ക്, 2 തിരി ചേർത്ത് വെച്ച് ഒരു ജ്വാല പടിഞ്ഞാറ് തെളിയിക്കുക, രാവിലെയും വൈകിട്ടും. ഇനി എന്തെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. പേരിൽ തന്നെ ഉണ്ടല്ലോ നല്ല എണ്ണ എന്നുള്ളത്. ഇന്ന് വഴി കിട്ടുന്ന എണ്ണയെല്ലാം ഉപയോഗിച്ച് കെമിക്കലാണ്. അത് കത്തുന്ന പുക ശ്വസിച്ച് ലങ്സിൽ പ്രോബ്ലം വന്ന ശേഷം നേരെ പോയി ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിരുന്ന് രാഹുവിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കരുത്. ആയതിനാൽ നല്ലെണ്ണ ഉപയോഗിക്കുക. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. എന്തായാലും എഡിബിൾ ആയിരിക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. അടുത്തതായി, ഈ വിളക്ക് തെളിയിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ വിളക്ക് കത്തുമ്പോൾ കരിന്തിരിയായിട്ട് കത്തി മുന്നോട്ട് പോവുകയാണ്. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വലിയ ഒരു തിരിയായിട്ട്, ജ്വാലയായിട്ട് ഇങ്ങനെ കത്തുകയാണ്. ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. വിളക്ക് കത്തിക്കുമ്പോൾ തിരി കത്തുന്ന സമയം ആ ജ്വാല ചെറുതായിട്ട് മുല്ലപ്പൂവിൻ്റെ മൊട്ട് പോലെ അത് കത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് കരിന്തിരി വരാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തിരി ഉള്ളിലേക്ക് കുറച്ചൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കരിന്തിരി ആവില്ല.
ഉള്ളിലേക്ക് ഈ വിളക്കിനകത്തേക്ക് കുറച്ച് തിരിയെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം കൂടിയുണ്ട്. വിളക്കിൻ്റെ സൈഡ് വഴി ആ എണ്ണ ഒഴുകി 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 പതുക്കെ ആ വിളക്കിരിക്കുന്ന പ്ലേറ്റെല്ലാം കൂടി നിറഞ്ഞ് കവിയുന്ന ഒരു പ്രവണത ഇല്ലെങ്കിൽ ഒരു പ്രതിഭാസം ഏവർക്കും കാണാൻ സാധിക്കും. അത് ഇതുകൊണ്ടാണ്. കാരണം തിരി പുറത്തോട്ട് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ എണ്ണ സൈഡ് വഴി അത് താഴെ വരെ എത്തി പാദം മൊത്തം മുഴുവൻ ആ വിളക്കിൻ്റെ തട്ടം മുഴുവനും നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക. രാവിലെയും വൈകിട്ടും അഗ്നിഹോത്രത്തിൻ്റെ ചെറിയൊരു മോഡലാണ് ഈ വിളക്ക് തെളിയിക്കുന്നത്. നമസ്കാരം.